എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിതാ വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസം എത്തി. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ കണ്ണൂർ വെച്ച് 5-ാം തീയതി നമ്മുടെ ഫാഷൻ ഷോ ആണ്. അപ്പൊ അതിന് 3-ാം തീയതിയാണ്. ഇന്ന് ഡേറ്റ് 3-ആണ്. 3-ാം തീയതി നമുക്ക് 2 ദിവസം മുന്നേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ വീട്ടിൽ നിന്ന് ഞാനത് ഇറങ്ങുകയാണ്. രാത്രി 11:45 നമുക്ക് ട്രെയിൻ, 10:45 നമുക്ക് ട്രെയിൻ. അപ്പൊ നമ്മൾ നേരത്തെ ഇറങ്ങി, നേരത്തെയല്ല ഒരു 3/4 മണിക്കൂർ നേരത്തെ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോ ട്രെയിനിന്റെ കാര്യമില്ലേ, പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. 3-4 ദിവസത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. അച്ഛനൊഴിച്ച് ബാക്കി എല്ലാവരും എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വരുന്നുണ്ട്. ജിജിയാണ് വണ്ടി ഓടിക്കുന്നത്, ജിജി. അപ്പം നമ്മളെല്ലാരും കൂടെ നേരെ ഒലവക്കോടാണ് കേട്ടോ നമ്മുടെ ട്രെയിന്. ഒലവക്കോടിൽ നിന്ന് ട്രെയിൻ കയറി എപ്പോൾ എത്തൂ, 4 മണിയാകുമ്പോൾ എത്തുമെന്നാണ് അറിയിപ്പ്. ഇനിയിപ്പോൾ ട്രെയിനിന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അച്ഛൻ്റെ അടുത്തൊക്കെ ബായ് പറഞ്ഞു. അപ്പൊ നേരെ നമ്മൾ വണ്ടി കയറി. ഇനിയിപ്പോൾ നമുക്ക് ഒലവക്കോട് എത്തിയിട്ട് കാണാം. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എല്ലാരും എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. ബൈ അമ്മ, എന്റെ ബാഗ്. ബൈ 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 ദീദി. വിജയിച്ചു വന്നൊക്കെ ഞങ്ങൾ 8:30 പറഞ്ഞു 10 മണിക്ക് ഇറങ്ങിയാൽ മതി, ലേറ്റ് ആണ്. 9:30 എത്താൻ പറഞ്ഞതാണ്. ഇപ്പൊ സമയം 10 മണി. തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. എല്ലാവരും ഉണ്ട്. ഇതാ നമ്മുടെ ബാഗ്. തേർഡ് ഫ്ലോറിലേക്കാണ്. ബൈ. ലിഫ്റ്റിൽ കയറാൻ ഇത്രയേ സ്ഥലമുള്ളൂ. ഹായ് മിസ്സേ. ഹായ് ഗൈസ്. ഹായ് കൃഷ്ണ. ഇതാണ് രാധയുടെ കൃഷ്ണൻ, നമ്മുടെ മോഡൽ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ട്രെയിനിൽ കയറി ഈ ഇരിപ്പാണ്. സ്ലീപ്പറാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പൊ സീറ്റ് കിട്ടുന്ന വരെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇപ്പോ കുറെ പേര് അപ്പുറത്തെ ബോഗിയിലും കുറച്ച് പേര് ഇപ്പുറത്തെ ബോഗിയിലും ആയിട്ട് ഞങ്ങൾ സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഞങ്ങളിവിടെ 4 പേരുണ്ട്. ഞാന്, നിത്യ, അശ്വതി, വിസ്മയ ചേച്ചി. അപ്പൊ ഞാൻ ഏറ്റവും ടോപ്പിൽ കയറി. കുറേയായി സത്യം പറഞ്ഞാൽ രാത്രി ഇങ്ങനെ ട്രെയിനിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയിട്ട്. കുഴപ്പമില്ല, പക്ഷേ ഒരു ബുദ്ധിമുട്ട് ട്രെയിൻ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ എപ്പോൾ എത്തും എന്നുള്ളതിന്റെ ഒരു ടെൻഷനും അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ താഴത്തെ 2 സീറ്റ് ഒഴിവുണ്ട്, പക്ഷേ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കൊണ്ടുവരാനും പറ്റില്ല. ഇത് തന്നെ നമ്മൾ ടിടിന്റെ അടുത്ത് എങ്ങനെയൊക്കെയോ പെർമിഷൻ ചോദിച്ചിട്ടാണ് 4 പേരെങ്കിലും ആക്കി നമ്മൾ ഇരുത്തിയേക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീക്കാം. അങ്ങനെ 3:45 ആയപ്പോഴത്തേക്ക് നമ്മൾ കണ്ണൂരെത്തി. ഉറക്കത്തിലായതുകൊണ്ട് എല്ലാവരും ഒരു 10 മിനിറ്റ് മുന്നേ നേരത്തെ എണീറ്റു. വേഗം എണീറ്റ് ഇരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. എൻ്റെ മൂക്കും തൊണ്ടയൊക്കെ അടഞ്ഞു പോയി എന്നാണ് ഞാൻ ഈ പറയുന്നത്. എന്ത് പറ്റിയെന്ന് എനിക്കും അറിയത്തില്ല. ഒരു ഉറക്കം ഉറങ്ങി എണീറ്റപ്പോഴേക്കും മൂക്കും തൊണ്ടയൊക്കെ പോയി. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം എത്ര പേരുണ്ട്, ഒരു 18 പേരുടെ അടുത്ത് രാവിലെ വന്നിട്ടുണ്ട്. 18 12 പേരുണ്ട്, 12 13 പേര് അങ്ങനെ ഉണ്ട്. എന്തായാലും 3 ഓട്ടോ നമ്മൾ വിളിക്കണം. ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും ഓട്ടോ സ്റ്റാൻഡ് ഇഷ്ടംപോലെ ഉണ്ട്, ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോ നമ്മളെല്ലാരും കൂടെ ഒരു ഓട്ടോയിൽ പോകില്ല. പിന്നെ ഒന്നാമത് നമ്മുടെ ലഗേജ് ആണെങ്കിൽ എല്ലാവർക്കും ഹെവി ലഗേജുകളാണ്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു റൂമുണ്ട്. നമ്മുടെ റൂം നമുക്ക് 10 മണി 11 മണിക്കേ കിട്ടുകയുള്ളൂ. നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കണ്ണൂരെത്തി. ഇവിടുന്ന് അടുത്താണ്. നീ ഇല്ലല്ലോ. നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഷോയ്ക്ക് വരുമ്പോൾ ഈ റൂമിൽ തന്നെയാണ്, അതായത് ഇവിടെ തന്നെയാണ് നമ്മൾ നിൽക്കാറുള്ളത്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെയാണ്. ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ബീച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പയ്യമ്പലം ബീച്ച് ഇതിന്റെ ബാക്കിലാണ്. താഴത്തെ ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. നല്ല രസമാണ് ഇവിടെ രാത്രിയും പകലൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഓട്ടോയിൽ അങ്ങ് പോകാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ നമുക്ക് 11 മണിക്ക് റൂം കിട്ടുള്ളൂ. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും റൂമിലേക്ക് കയറിയിരുന്നു. ഇനിയിപ്പോ ഒരു 2 മണിക്കൂറിന്റെ അടുത്തുണ്ട്. ചിലപ്പോ നമ്മൾ ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്നറിയത്തില്ല. എണീറ്റ് റെഡിയായി നമുക്ക് 8 മണിക്ക് മുന്നേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും ഒന്ന് ഉറങ്ങണം. ബാക്കി വിശേഷങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റിട്ട് കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ സമയം രാവിലെ ഒരു 7 മണിയായില്ലേ, 7:15. ഞങ്ങളുടെ രാവിലെ ഒരു ചായ ഇടാൻ വേണ്ടി വന്നു. നമ്മുടെ റൂമിന്റെ താഴെ തന്നെ നമുക്ക് ചായ ഇട്ട് കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി നമ്മൾ 8 മണിയാകുമ്പോഴത്തേക്കും
ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇനി കുളിക്കണം, ഫ്രഷ് ആവണം, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എന്തോ. അതുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വഴിയേ കാണാം. 8 മണിക്ക് പോയിട്ട് എന്താ പരിപാടി എന്ന് അറിയത്തില്ല. പോയി നോക്കിയാലേ അറിയുള്ളൂ. റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാണാം. വിസ്മയ ചേച്ചി നല്ല അടിപൊളി ഇഡ്ഡലിയും ചട്നി ഉണ്ടായിക്കൊണ്ടു. വിസ്മയ ചേച്ചിയുടെ അമ്മ, വിസ്മയ ചേച്ചി അല്ലാന്ന്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകും. പിന്നെ അവിടെ എന്താ നടക്കുന്നത് എനിക്ക് അറിയില്ല. അവിടെ എത്തിയിട്ട് കാണാം. ഐ തിങ്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാരില്ല വീഡിയോ എടുത്തത്. പിന്നെ ഇപ്പൊ നമ്മുടെ ക്യാമറമാൻ ഞങ്ങളുടെ മിസ്സാണ്. പിന്നെ അങ്ങനെ ഞാൻ തിരിച്ച് കാണിച്ചു തരാം. മിസ് ചിലപ്പോ എടുക്കും. മിസ് തരില്ല മിസ്സേ? അവിടെ എത്തിയിട്ട് കാണാം. ബൈ ഗൈസ്, ബൈ ബൈ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ ഇവര് മൊത്തം വന്നിട്ടുള്ളത്. പാവങ്ങൾ ഇന്ന് ഇവിടെ പോസ്റ്റായി. പക്ഷെ എന്താണല്ലോ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റു പോയിരിക്കുകയാണ്. എന്താ ചെയ്യാ. ശരി, ബൈ ബൈ. ഇടയ്ക്ക് എന്നെ വിളിച്ച് അന്വേഷിക്കുക. ബൈ ബൈ. അപ്പൊ നമ്മള് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓട്ടോയൊന്നും ഇല്ല. ആ, അപ്പോൾ ഇതിപ്പോൾ സമയം 8 മണിയായി. ഈ ഒരു റൂട്ടിൽ കൂടെ അങ്ങനെ ഓട്ടോസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ പോയിട്ട് ഓട്ടോ കയറി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകും. അപ്പോൾ ഇതാ നമ്മുടെ മോഡൽ, 2 ടീച്ചേഴ്സ്, പിന്നെ എൻ്റെ പേര് കൃഷ്ണ. അപ്പോൾ ഞങ്ങൾ 5 പേര് മാത്രമാണ് ഇപ്പോൾ രാവിലെ പോകുന്നത്. നല്ല സൺലൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് സെൻറ്റർ ആണല്ലോ, അപ്പോൾ പാലക്കാടിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ഇനി ഞാനും കൃഷ്ണയും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വേറെ ഉണ്ട്, അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പരിപാടികൾ എനിക്ക് തോന്നുന്നു മോഡലിങ്ങിൻ്റെ മോഡലിൻ്റെ പ്രാക്ടീസ് ആയിരിക്കും. അപ്പോൾ പ്രാക്ടീസ് സെക്ഷൻ ഇവിടെയാണ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. അപ്പോൾ സ്റ്റേജിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യണം. വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ ഫോണൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാനതേ സ്റ്റേജിൽ പോയി നിൽക്കുകയാണ്. നമ്മുടെ മോഡലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു ഡിസൈനറും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും നടക്കണം. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ആണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നടക്കുന്നതും പിന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ടെൻഷനും എല്ലാം ഉണ്ട്. എങ്ങനെയായിരിക്കും, എല്ലാവരും നമ്മളെപ്പോലെ അറിയാതെ വന്നവർ തന്നെയാണ്. പ്രാക്ടീസാണ്. ഫസ്റ്റത്തെ ഒരു റാമ്പ് മാത്രം ഒന്ന് നടത്തിച്ച് നോക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ മോഡൽ സമാന്ത. അപ്പം അപ്പുറത്ത് കൃഷ്ണയും ഇപ്പുറത്ത് ഞാനും നിൽക്കും. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിലെത്തി ഒരു ഇച്ചിരി നേരം കഴിഞ്ഞതും നമ്മളെ അനൗൺസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ വരണം. അതാണ് പരിപാടി. അപ്പം നല്ല ടെൻഷൻ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് എക്സ്പീരിയൻസും ആണ്. പിന്നെ ഇതേപോലെ ഒന്നും ചെയ്തിട്ടും ഇല്ല. പിന്നെ ഞാൻ സ്പെക്സ് വെച്ചതുകൊണ്ട് എങ്ങനെയായിരിക്കും സ്റ്റേജിൽ നിന്ന് ഒരു വ്യൂ കാണാൻ പറ്റുമോ, നാളെ ലൈറ്റൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ ഒരു സെക്ഷൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ വട്ടം പ്രാക്ടീസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഒരു 3-4 വട്ടം നമ്മൾ ചെയ്തു നോക്കി. സത്യം പറഞ്ഞാൽ നമ്മൾ മടുത്തു. ചായ ഗൈസ്. സമയം പോയതേ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ മടുത്ത് അത്രയും മടുത്തു പോയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നില്ല. ശരിക്കും തണുത്ത വെള്ളം കുറേ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്. എന്തായാലും വിശപ്പിന് നമ്മൾ കഴിച്ചല്ലേ പറ്റുള്ളൂ. ഞങ്ങളപ്പോൾ 3 ചോറ് വാങ്ങിയിട്ട് 2 പേരും കൂടെ ഒരിലയിൽ കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ അത്രയും ഹെവി ഫുഡും നമുക്ക് വേണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് കഴിക്കുകയും വേണം. അങ്ങനെ അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് മീനൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെയും തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ പോകണം. അത്യാവശ്യം സ്പീഡിൽ തന്നെ നമ്മൾ കഴിച്ചു. അതേപോലെ നമ്മൾ മോഡലിനും നമ്മുടെ സമാന്തയ്ക്കും ഫുഡ് പാർസൽ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? മടുത്തോ? നീ മടുത്തോ? ഓക്കെ, മടുത്തോ? ഇവിടെ ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞു. ആരാ ഉറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിപ്പോയി ആളുടെ പ്രസംഗം കേട്ടിട്ട്. അതുവരെ ഞാൻ പിടിച്ചു നിന്നു. ഒന്നാമത് നമ്മൾ രാത്രിയും ഉറങ്ങിയിട്ടില്ല. മൊത്തത്തിൽ മടുത്തു. ജീവിതത്തിൽ ഇങ്ങനെ വെറുത്തിട്ടില്ല.
സമയം 4 മണിയായി. നമ്മൾ രാവിലെ 8 മണിക്ക്, അതായത് 7 മണിക്ക് എണീറ്റ് റെഡിയായി 8 മണിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് 4 മണിയായിട്ടാണ് നമ്മൾ പോകുന്നത്. മടുപ്പെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഇങ്ങനെ മടുത്തിട്ടില്ല. അതാണ് ശരിക്കും സത്യാവസ്ഥ. ഞങ്ങളുടെ റൂം എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ജ്യൂസ് കടയുണ്ട്. അപ്പൊ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അത്രയും ബോഡി ഹീറ്റാണ്. എന്റെ കോലമൊക്കെ നോക്കുക, എന്റേന്നല്ല, ഞങ്ങൾ എല്ലാവരും അത്രയും ടയേർഡായിപ്പോയി. ഇനിയൊന്ന് റൂം എത്തി ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് എവിടെയെങ്കിലും കിടന്നാ മതി എന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ദിവസം വിജയകരമായി തീർന്നിരിക്കുന്നു. 4 മണിയായി. വിജയകരമായി ഇത്ര അതമ്പതിച്ചൊരു ദിവസം വേറെ ഇല്ല. മടുത്ത് ഞങ്ങളുടെ പേക്കോലം കണ്ട. രാവിലത്തെ വീഡിയോ ഞാനിവിടെ ഒട്ടിച്ചു വെക്കാം. ആ കോലവും ഈ കോലവും നിങ്ങളൊന്ന് കാണണം. അത്രയും മടുത്തു. വേറെ വഴിയില്ലതാ നമ്മുടെ റൂം എത്തി. റൂം എത്തിയതും ഫോൺ ഓഫായി പോയി. പിന്നെ ഫോണൊക്കെ ചാർജ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ ഉറങ്ങി. ഇനി നമ്മൾ നേരെ നമ്മുടെ റൂമിന്റെ തൊട്ട് ബാക്കിലായിട്ട് പയ്യമ്പലം ബീച്ചാണ്. അപ്പൊ ബീച്ചിലേക്ക് പോവാന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഇത് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ തെയ്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ട്. എന്താവോ എന്തോ. ഇവിടെ ഓഫ് റോഡിന്റെ ഒരു വണ്ടിയൊക്കെ കണ്ടു കേട്ടോ. അപ്പൊ ഞാനത് വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ആയി എന്നിട്ട് മെല്ലെ റൂമിലേക്ക് വരാം. നമുക്ക് ധൃതിയൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം വലിയൊരു മഴ ഇപ്പോൾ പെയ്തങ്ങ് പോയതേ ഉള്ളൂ. വലിയ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ഇടിഞ്ഞു പോകും, അത്രയും വലിയ മഴയായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം ബീച്ച് എത്തി. അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ്. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ബീച്ച്, ആരുടെയും ശല്യമില്ലാത്തൊരു ബീച്ച്. ഇനി അർമാദിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിതാ ബീച്ച് എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അധികം ക്രൗഡൊന്നുമില്ല, നല്ല രസമുണ്ട്, നല്ലൊരു ക്ലൈമറ്റ്, നല്ല വലിയൊരു മഴ വന്നു. അവിടെ കുറച്ച് ആൾക്കാർ, കുറച്ച് ആൾക്കാർ, അത്രയേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. ഫൈനലി ഞങ്ങൾ വെള്ളത്തില് കടലുമയ്യത്തു. കടല് നോക്കൂ, കടലിലെ അന്തരീക്ഷം നോക്കൂ. കടലിലേക്ക് പോകണം. ഞങ്ങളങ്ങനെ ഫുൾ നനഞ്ഞ് പിണ്ടിയായി തിരിച്ചതാ റൂമിലേക്ക് പോവുകയാണ്. നല്ല മഴയ്ക്ക് ശേഷമാണ് പോയത്. പക്ഷേ ഇപ്പോൾ ഒരു തണുപ്പുമില്ല, മഴ പെയ്തു എന്നുള്ളൊരു ഫീലും ഇല്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ആയില്ലേ കടലിൽ ഇങ്ങനെ നമ്മളൊന്ന് അർമാദിച്ചിട്ട്. പക്ഷേ നല്ല അടിപൊളി ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. കാലിൽ ഫുൾ കടൽ മണ്ണാണ്. അപ്പോൾ പുറത്ത് തന്നെ ഒരു പൈപ്പ് ഉണ്ട്. പൈപ്പിൽ നിന്ന് കാലൊക്കെ കഴുകിയിട്ട് അകത്ത് പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് വെയിറ്റിങ്ങിലാണ്. എനിക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ റൂമിൻ്റെ നല്ല ഭംഗിയാണ്. നമ്മുടെ റൂമും അതിൻ്റെ പുറത്തുള്ള ഒരു കാഴ്ചകളും ഒക്കെ കാണാനായിട്ട്. ഗൈസ്, അപ്പം നമ്മൾ നല്ലൊരു കാപ്പി, നല്ല കാപ്പിയല്ല, പാൽപ്പൊടി കാപ്പി ആയതുകൊണ്ട് എന്തൊരു കാപ്പിയാണ്. ഒരു കാപ്പി ഇട്ടു. പക്ഷെ നല്ല രുചിയുള്ള കാപ്പിയാണ്. ഇതുണ്ട്, നല്ല ചൂട് ആവി പിറക്കുന്ന കാപ്പി. കണ്ടോ, ആവിയുണ്ട്, ഇതിൽ കാണുന്നുണ്ട്. ഇത് ഈ കഴുതിയാണ് ഓഞ്ഞ കോമഡി അടിച്ചത്. ഇവിടെ വരുത്തിയിരിപ്പുണ്ട്. ചായ ഒന്ന് കാണിക്കും കാപ്പി. ഇത് നോക്ക്, ഇവിടെ ആകെ ഉള്ളത് 4 ബ്രൂ കോഫി. അതിൽ ഇതൊരു കാപ്പിയാണെന്ന് ആരെങ്കിലും പറയൂ? അവൾ ആ കാപ്പിപ്പൊടി മൊത്തം എടുത്തു. അതാ ഇപ്പോൾ പോയതാണ്. അപ്പം ഞങ്ങള് സ്നാക്സ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ താഴേക്ക് കൊണ്ടുവന്ന നനഞ്ഞ് പിണ്ടിയായിട്ട് നിൽക്കുകയാണ്. നല്ല കാപ്പിയും ഊട്ടി വർക്കിയും പിന്നെന്താണ് ബിസ്ക്കറ്റും കൂടെ കഴിച്ചാൽ ആഹാ ഇതാ ബിസ്ക്കറ്റ്. ഇതാ ഊട്ടി വർക്കി അതാ അവിടെ മാറ്റി വെച്ചേക്കുന്നു. ചായ കുടിക്കാം. ഏത് അതല്ല ഞാൻ ആദ്യം പൊട്ടിച്ചത്. നല്ല മധുരം
ഇതാണ് രാത്രി നമ്മുടെ റൂം. ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മുടെ ആൾക്കാരാണ്. ഈ ഒരു സെക്ഷൻ മേലെയുമുണ്ട് നമ്മുടെ കുട്ടികൾ. ഹായ്. ഇതാണ് എൻ്റെ റൂം. ചേച്ചി ഓക്കെ. അപ്പം നമ്മളിപ്പോൾ റൂമിലെത്തി. എന്നാലും ഇനിയിപ്പോൾ കുളിച്ചിട്ട് നമുക്ക് ഫുഡ് വാങ്ങാൻ പോകണം. ഫുഡ് വാങ്ങാൻ പോയിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ കുറച്ച് പണികളും കൂടി ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ കുളിച്ചിട്ട് കാണാം. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എവിടെയാണ് ഷോപ്പൊന്നും അറിയില്ല, പക്ഷെ നമ്മളിങ്ങനെ നോക്കി കണ്ടുപിടിക്കണം. അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് വരാം. ബൈ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി നന്ദിയാണ്. അവരൊക്കെ നമ്മളെ വിട്ടിട്ട് പോയി. നമ്മൾ മാത്രമാണ് ഇപ്പോൾ ലാസ്റ്റ്. അവരെ കാണുന്ന പോലും ഇല്ല. ഏതൊക്കെയോ പഞ്ചായത്ത് കഴിഞ്ഞ് പോയിന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ കണ്ടുപിടിക്കണം. കാണുന്നുണ്ടോ? എനിക്ക് കണ്ണു കാണാം, അത് വേറെ വിഷയം. അപ്പം എന്തായാലും നമുക്ക് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഭക്ഷണം കഴിച്ച് വയറ് നിറക്കണം. കണ്ണൂരിൽ ഞങ്ങൾ തപ്പി നടക്കാത്ത ഹോട്ടലില്ല കേട്ടോ. വളരെ മോശം. തപ്പി മടുത്തു. ഇത് നമ്മൾ എത്രയോ നടന്നിട്ടൊരു ജംഗ്ഷനിൽ കണ്ടൊരു തട്ടുകടയാണ്. അവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് നമ്മൾ കഴിച്ചു കേട്ടാ. ഞങ്ങൾ റൂമിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മോഡലിൻ്റെ ഡ്രസ്സിൽ കുറച്ച് പെൻഡിങ് വർക്കും കൂടി ഉണ്ട്. അതൊക്കെ നമ്മൾ രാത്രി ഇരുന്ന് ചെയ്ത് തീർക്കുകയാണ്. എല്ലാവരും ഇരിക്കുന്നുണ്ട്. മിസ്സിൻ്റെ ഡ്രസ്സിൽ കുറച്ച് വർക്കുണ്ട്, അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മടുത്തു. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. നാളെ എനിക്ക് നേരത്തെ എണീക്കുകയും വേണം. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് മെല്ലെ കിടക്കാൻ പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പോയി കിടന്നുറങ്ങുവാണ്. ഗുഡ് നൈറ്റ് മോഡൽ. ബൈ ബൈ ശയ്യ. ബൈ മിസ്സേ. ബൈ മിസ്സേ. ദിസ് ഈസ് 2 രാധിക മിസ്സുകൾ. 2 മിസ്സുമാരുടെ പേരും രാധിക. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ഞാൻ പോകുന്നു. രാവിലെ എണീപ്പിച്ചിടായ ബുദ്ധിയുള്ളവരൊക്കെ ശരി. അപ്പൊ ഞാൻ എന്തായാലും കിടക്കാൻ വന്നു. ഇനിയിപ്പോ രാവിലെ നേരത്തെ എണീക്കണം. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇനി രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും നമുക്കവിടെ റിപ്പോർട്ട് ചെയ്യണം. ഹെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ. ഇത്തിരിയും കൂടെ ഉണങ്ങാനുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ സമയം എത്ര മണിയായി? 5 മണിയായി. 4 മണിക്ക് എണീക്കും. 4 മണിയല്ല, 4 അതുള്ളൂ. 4 കഴിഞ്ഞു. കുളിച്ചു. റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മുടെ മോഡലിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. മോഡലിൻ്റെ ഡ്രസ്സിൽ കൈയും കൊണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, അതായത് ചെറിയൊരു കൈത്തുന്നൽ കൊടുക്കേണ്ട ചില പോർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അവൾക്കും അവിടെ റിപ്പോർട്ട് ചെയ്യണം, മേക്കപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ മാത്രം വേഗം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റ് ഉറക്കം വന്നിട്ട് വയ്യ. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഉണ്ട്, ഇപ്പം പോകണ്ട, 9 മണിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വളരെ ശോകം. എന്തായാലും നമ്മൾ എണീക്കണം. മോഡലിനെ റെഡിയാക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെയും കൂടെ അത്രയും ടയേർഡ് ആയതുകൊണ്ടാണ് ഒട്ടും ഉറങ്ങാൻ പറ്റാതായത്. എന്തായാലും ഞാനിപ്പോൾ നല്ലൊരു ഉറക്കത്തിലേക്ക് വീഴാൻ പോവാണ്. അപ്പം എന്തായാലും ഒന്നും കൂടെ ഉറങ്ങി എണീറ്റിട്ട് പിന്നെ കാണാം. അപ്പോൾ ഞാൻ റെഡിയായി, ഒരു ഉറക്കവും കഴിഞ്ഞു. ഇപ്പൊ സമയം 7 മണിയായോ? 7:30 അപ്പൊ ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഹോളിലേക്ക് കയറണം, കാരണം നമുക്ക് സീറ്റ് കിട്ടത്തില്ല. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് എന്റെ ഫൈനൽ ഔട്ട്കം? ഉറങ്ങിയതിന്റെ ഒരു ക്ഷീണം മുഖത്തുണ്ട്. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങ് ടച്ചപ്പ് ചെയ്യായിരിക്കും. അപ്പൊ നമ്മൾ അപ്പൊ ഗൈസ്, നമ്മള് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ നേരെ പോവുക, ഫുഡ് കഴിക്കുക. നമുക്ക് പോയിട്ട് ഓഡിറ്റോറിയത്തിൽ സീറ്റ് പിടിക്കണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പൊ പിള്ളേരെല്ലാം റെഡിയായി.
വീഡിയോഗ്രാഫർ വിസ്മയ ചേച്ചിയുടെയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളെല്ലാരും ഇതായിരുന്നു നമ്മുടെ റൂം. നമ്മൾ ഇറങ്ങി, ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ എങ്ങനെയാ, സെറ്റല്ലേ? ഇന്നലത്തെ ഹോട്ടൽ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് തപ്പി നടക്കാനൊന്നും നിന്നില്ല. നമ്മുടെ റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലാണ്. അപ്പോൾ അവിടെ നിന്ന് രാവിലത്തെ ഫുഡ് ചെറുതായിട്ട് ലൈറ്റായിട്ട് ദോശയോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. നമ്മളെത്തി. 7-8 എടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഉള്ളത് ഗ്രീൻ റൂമിലാണ്. ഇവിടെ നമ്മൾ ആകെ ഡിസൈനേഴ്സിനും മേക്കപ്പ് ആർട്ടിസ്റ്റ് 2 പേർക്കും മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പോൾ ഇവർ തകൃതിയായിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Designer of the Jets number 113 over Gaha, please be on the stage. അപ്പം നമ്മളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഫോട്ടോസ് എടുക്കാനുണ്ട്. ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ മോഡലൊക്കെ ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ടീം. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് ബിരിയാണി ആയിരുന്നു. അതേപോലെ നമുക്ക് ടോക്കൺ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇത്തിരി വെന്ത് പോയി എന്നല്ലാതെ നമുക്ക് ഇരിക്കാനുള്ള കറക്റ്റ് സീറ്റൊക്കെ കിട്ടി. പിന്നെ ഈ ബീട്രൂട്ട് ചട്നി പൊളിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ റിസൾട്ട് അനൗൺസ്മെൻ്റ് ഉണ്ട്, അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. Makeup artist Mrs. Deepna ma'am, please come forward. Good evening everyone. My name is Deepna, professional makeup artist ആണ്. എന്നെ ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ജഡ്ജ്മെൻറ്റിന് വിളിച്ച ശ്രീകുമാർ സർ, ശരി. So this is New Zealand 2K25 Kerala biggest fashion and beauty contest powered by City Collection in Kochi. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ഫൈനലി ഞങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. യെസ്, നമ്മൾക്ക് ഇനി നേരെ റൂമിലേക്ക് പോകാം. നമ്മൾ തിരിച്ച് റൂമിലെത്തി. സമയം 6:30 ആയിട്ടുണ്ട്, ഏകദേശം 6 മണിയായി. പക്ഷെ ഇവിടെ നല്ല ഇരുണ്ടൂപ്പായിരിക്കും. ഇന്ന് രാവിലെ 4 മണിക്ക് എണീറ്റ് റെഡിയായി 8 മണിക്ക് അവിടെ എത്തിയതാണ്. എന്താണേലും കാര്യമില്ല, ദാഹിച്ച് വെറ്റി വരണ്ട. ഇനി ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് അടുത്ത പ്ലാനിനെ കുറിച്ച് ആലോചിക്കാം. ഗൈസ്, നമ്മൾ ഫ്രഷായി വന്നു, കുറച്ചു നേരം കഥ പറഞ്ഞിരുന്നു, ഫോൺ ഫുൾ ചാർജാക്കി. ഇനി നമ്മൾ നേരെ വേറെ എന്ത് കാര്യത്തിനാണ്, വേറെ എന്താ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്. ഗൈസ്, നല്ല ഓഞ്ഞ ന്യൂഡിൽ, നല്ല അവയില്ല ഗൈസ്,
ഇത് നന്നായിട്ടില്ല, ബിക്കോസ് ഒരു എരിവും ഇല്ല, വൈറ്റ് കളറിൽ കാണുന്നു. ദാറ്റ്സ് റൈറ്റ്, ഐ ഹേറ്റ് നൂഡിൽസ്. എങ്ങനെയുണ്ട് മോഡലെ ഫുഡ്? അസല അപ്പൊ ഗൈസ്, എന്തായാലും നമ്മളിതാ കിടന്നുറങ്ങാൻ പോവാണ്. ഇന്നത്തെ ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഫോൺ ഓഫ് ആക്കൂ. അപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങള് നാളത്തേക്കുള്ള പ്ലാനിങ്ങിലായിരുന്നു. സമയം എത്രയായി? 11:16 അപ്പൊ നാളത്തേക്കുള്ള പ്ലാനിങ്, നാളെ നമ്മൾ ഇവിടെ പറശ്ശിനിക്കടവ് അമ്പലം, കണ്ണൂര് വന്നിട്ട് അത് കാണാതെ പോകുന്നത് മോശമാണല്ലോ, അവിടെ ഒന്ന് പോയി കാണണം എന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ ഫാഷൻ ഷോയിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയുടെ കാണുന്നവരേക്കും ബൈ 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 ബൈ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. യെസ്, അപ്പൊ എന്തായാലും ബൈ. ഇന്ന് 6-ാം തീയതി. ഇന്നാണ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് നേരെ പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ട്രെയിൻ കയറുന്നു, പാലക്കാട് എത്തുന്നു. അങ്ങനെ കണ്ണൂർ ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.